ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ നിർവാണയാണ്. അപ്പോൾ ചെഫ് പിള്ളയുടെ സുരേഷ് പിള്ളയുടെ ഒരു ഫേമസ് റെസിപ്പിയാണ് ഫിഷ് നിർവാണ. അപ്പോൾ അദ്ദേഹം തന്നെ ഈ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചായിരിക്കും ഈ ഒരു പനീർ നിർവാണ ഒരു ചാനലിൽ ചെയ്ത് കാണിച്ചിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ അത് ട്രൈ ചെയ്യണം തോന്നി. അപ്പോൾ ട്രൈ ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഒരു 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കുരുവില്ലാതെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു അരിപ്പയിൽ ഇതുപോലെ ഒരു തുണി ഇട്ടിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം തുറന്നു വിട്ട് നാരങ്ങയുടെ പുളിരസമൊക്കെ പോകാനായി കുറച്ചൊന്ന് വാഷ് ചെയ്യാം. ഇനി നമ്മൾ ഈ തുണിയെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് നമുക്ക് ഇത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായി വയ്ക്കാം. അതുപോലെ ഒരു ചപ്പാത്തിയുടെ കല്ല് ഇങ്ങനെ പുറത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കാം. നല്ല വലിയ തേങ്ങയാണെങ്കിൽ ഒരു 3/4 വരെ മതിയാകും. ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത പനീർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തലേ ദിവസമാണ് ഞാനിത് ചെയ്തത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് മാറ്റി. അപ്പോൾ ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും എടുത്ത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ആ പനീറിൽ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നേരത്തെ കുറച്ച് പനീർ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇല ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കും.
അപ്പം മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുറം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയപ്പോഴേക്ക് മറിച്ചിട്ടു. ഈ ഒരു പുറം ആയതുപോലെ മറ്റേ സൈഡ് ആകുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു പാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇല ഇതുപോലെ വാട്ടിയ ഇല വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കതിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാങ്ങ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ബട്ടറിൽ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നമ്മൾ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം മാങ്ങയുടെ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടെ പുറത്തൊഴിച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.